വേണ്ട. 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 ഇനി എന്നാണ് ഏട്ടാ നമുക്കിതൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇപ്പോഴത്തെ കറണ്ട് ബില്ല് നിനക്ക് അറിയാവുന്നതല്ലേ? കറണ്ട് ബില്ലൊക്കെ ഒന്ന് കുറയട്ടെ, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഈ കൂടി വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കുറയ്ക്കാനേ ഒരു മാർഗമുണ്ട്. അതെന്താ മാർഗം? ഞാനിപ്പോൾ നിൽക്കുന്നത് റെനർജി സിസ്റ്റത്തിലാണേ. നമ്മുടെയൊക്കെ വീട്ടിലിപ്പോൾ വരുന്ന കറണ്ട് ബില്ല് 2000-നും 2500-നൊക്കെ മുകളിലായിരിക്കും അല്ലേ? ഒരു 3 കിലോവാട്ടുള്ള സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ 5000 രൂപ വരെ വരുന്ന കറണ്ട് ബില്ല് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മന്ത്ലി ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാറില്ലേ, അത് മാറി ഇൻഡക്ഷൻ കുക്ക്ടോപ്പ് ഉപയോഗിച്ചാൽ അവിടെയും നമുക്കൊരു 1000 രൂപ സേവ് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മളെല്ലാവരും ഒരു 2 വീലർ യൂസ് ചെയ്യാറില്ലേ, മിനിമം ഡെയിലി ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു EV-യിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു 3000 രൂപ സേവ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യുകയും ചെയ്യാം. അതിലൂടെ നമുക്ക് ക്യാഷ് സേവ് ചെയ്യുകയും ചെയ്യാം. 78,000 രൂപയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡി പ്ലാൻ അവൈലബിൾ ആണ്. നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് 6% മുതൽ ഇൻട്രസ്റ്റിലൂടെ ലോണും കൂടാതെ തന്നെ പലിശരഹിത വായ്പയും ലഭ്യമാണ്. 25 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള റെനർജി സിസ്റ്റംസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആഫ്റ്റർ സെയിൽ സർവീസിലാണ്. പ്രവർത്തന പരിചയമില്ലാത്ത മറ്റ് സോളാർ കമ്പനികളിൽ വഞ്ചിക്കപ്പെടാതെ റെനർജിയിലേക്ക് മാറൂ. ഞങ്ങൾ ഏതായാലും റെനർജിയുടെ ഒരു ഭാഗമാകാൻ തീരുമാനിച്ചു. വേഗമാകട്ടെ, നിങ്ങളും റെനർജിയുടെ സോളാറിലൂടെ ടെൻഷൻ ഇല്ലാതെ വൈദ്യുതി ഉപയോഗിക്കൂ. കൂടുതൽ ഡീറ്റെയിൽസിനായി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യൂ. റെനർജി സിസ്റ്റംസ് നാവായിക്കുളം.